വിഭാഗീയതയിൽ താളം തെറ്റി CPMന്റെ ഭവന പദ്ധതി. അടിത്തറയ്ക്ക് മുകളിലേക്ക് വീട് ഉയരാഞ്ഞതോടെ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട ആലപ്പുഴ തോട്ടപ്പള്ളിയിലെ നിർധന കുടുംബം അന്തിയുറങ്ങുന്നത് ബന്ധുവീടുകളിൽ. 6 വർഷം മുൻപ് ജില്ലാ സെക്രട്ടറി R. നാസറാണ് വലിയ സമ്മേളനം നടത്തി വീടിന് തറക്കല്ലിട്ടത്. പാർട്ടി അവരേതോ വലിപ്പത്തിന് വേണ്ടി പാർട്ടി ഇങ്ങനെ കാണിച്ചതാണ്. പാർട്ടി ഇങ്ങനെ കാണിച്ചിട്ട് ഇന്ന് വരെ അവർക്കൊരു പ്രയോജനം ഉണ്ടായിട്ടില്ല. പാർട്ടി നല്ലതായിരുന്നു. ഈ വീട് 5-8 വർഷത്തിന് മുൻപ് ഫൗണ്ടേഷൻ കിട്ടിയിട്ട് കുഞ്ഞുങ്ങൾക്കൊരു വീട് ഷീറ്റെങ്കിലും മതിയായിരുന്നു. അങ്ങനെങ്കിലും കിട്ടിയില്ലല്ലോ. 6-7 വർഷം കൊണ്ട് ഇങ്ങനെ തന്നെ കിടക്കും. എൻ്റെ മക്കൾ അവിടെ ഇവിടെ അമ്മാവന്മാരുടെ വീട്ടിലൊക്കെ കയറി ഇറങ്ങിയാണ് അവരുടെ ജീവിതം. ഒരു കുഞ്ഞു പെങ്ങളുണ്ട് അവർക്ക്. അമ്മയും അച്ഛനും ഇല്ലല്ലോ. അപ്പം ആ കുഞ്ഞു പെങ്ങൾക്കും എല്ലാവർക്കും ഒരു ജീവിതത്തിന് വേണ്ടിയാണ്. അത് ഏത് വിധത്തിലെങ്കിലും നാട്ടുകാരുടെ പിരിവെടുത്താലും കുഴപ്പമില്ല, എൻ്റെ മക്കൾക്ക് വീട് കിട്ടണം. വീടെന്ന സ്വപ്നം ഇന്നും അന്യമായി ബന്ധുവീടുകളിൽ അഗതികളായി കഴിയാൻ വിധിക്കപ്പെട്ട സഹോദരങ്ങളോട് പാർട്ടി കാണിച്ച നെറിയേടിൽ നാട്ടുകാർക്കുള്ള പ്രതിഷേധമാണ് ശോഭ എന്ന വീട്ടമ്മയുടെ വാക്കുകളിൽ പ്രകടമാകുന്നത്. CPM സംസ്ഥാന കമ്മിറ്റി തീരുമാനപ്രകാരമാണ് ആലപ്പുഴ ജില്ലയിലെ പുറക്കാട് പഞ്ചായത്തിൽ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒരു നിർധന കുടുംബത്തിന് വീട് നിർമ്മിച്ചു നൽകാൻ തീരുമാനിച്ചത്. മാതാപിതാക്കൾ മരണപ്പെട്ട് പുറക്കാട് 12-ാം വാർഡിൽ പള്ളിച്ചിറ വീട്ടിൽ മനു, മിഥിൻ, മേഘ എന്നിവർക്കായി വീട് നിർമ്മിച്ചു നൽകാനാണ് CPM തോട്ടപ്പള്ളി ലോക്കൽ കമ്മിറ്റി തീരുമാനിച്ചത്. CPM ആലപ്പുഴ ജില്ലാ സെക്രട്ടറി R. നാസർ തറക്കല്ലിട്ട വീടിന്റെ നിർമ്മാണം 6 വർഷത്തിനിപ്പുറവും പാതി വഴി പോലും ആയിട്ടില്ല. നിർമ്മാണം പൂർത്തീകരിച്ചു നൽകുമെന്ന് പറയുന്നതല്ലാതെ ഒരു നടപടിയും CPMന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുമില്ല. ഇങ്ങനെ അവർക്കൊരു വീട് വെച്ചു കൊടുക്കാമെന്നും പറഞ്ഞ് പാർട്ടിക്കാർ വന്ന് ഞങ്ങളെ സഹായിക്കാമെന്ന് പറഞ്ഞ് ഞങ്ങളും പാർട്ടിക്കാരാണ്. പാർട്ടിക്കാരോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നു പാർട്ടിക്കാർ വെച്ച് തരാം, അത് ഇന്ന് ചെയ്തു തരാം, നാളെ ചെയ്തു തരാം. ഓരോരുത്തരും LC സെക്രട്ടറി മാറുന്നു, അത് മാറുന്നു, ഇത് മാറുന്നു, ഇങ്ങനെയൊക്കെ ചെയ്യുന്നു. അവർ തരാമെന്ന് പറഞ്ഞു. നമ്മൾ അതും പ്രകാരം ഇത്തരത്തിൽ ഇത്രയും ചെയ്തിട്ട് കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഇതിനെ പറ്റിയ അനക്കോ ആവിയോ ഒല്ലാലും മറ്റു യാതൊരു കാര്യവും ഇല്ല. CPMനുള്ളിലെ വിഭാഗീയതയാണ് പാർട്ടി കുടുംബത്തോട് തന്നെയുള്ള ഈ ക്രൂരതയ്ക്ക് കാരണം. അമ്പലപ്പുഴയിലെ പാർട്ടി G. സുധാകരനിൽ നിന്നും H. സലാമിനും കൂട്ടർക്കും ഒപ്പമായതോടെയാണ് വീട് നിർമ്മാണം നിലച്ചത്. തോട്ടപ്പള്ളിയിലും CPMനുള്ളിൽ വിഭാഗീയത ശക്തമാണ്. വീട് നിർമ്മാണം CPM മറന്നതോടെ നാട്ടുകാർ പിരിവെടുത്തായാലും വീട് നിർമ്മിച്ചു നൽകുമെന്നും തങ്ങളാൽ കഴിയുന്ന സഹായം ചെയ്യാമെന്നും പ്രദേശവാസികൾ പറയുന്നു. എൻ്റെ പേര് സ്മിത, ഞാൻ ഇവരുടെ അയൽക്കാരാണേ. ഇവർ കുഞ്ഞിലെ തൊട്ട് ഈ 3 മക്കൾ അലഞ്ഞു തിരിഞ്ഞ് നടക്കുവാണ്. റിലേറ്റീവ്സൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും അവരൊക്കെ നോക്കുന്നതിനൊരു പരിധിയുണ്ട്. പഠിക്കാൻ നല്ല മിടുക്കരായ പിള്ളേരായിരുന്നു. അമ്മയും അച്ഛനും പോയി. ഈ ഒരു പെൺകുഞ്ഞാണ്. സുധീഷ് ഗോപാൽ ചേരുന്നുണ്ട്. സുധീഷ്, നമുക്കറിയാം ആ ദൃശ്യങ്ങളെല്ലാം വളരെയധികം ഹൃദയഭേദകമാണ്. കാരണം ഒരു കുടുംബം, നിർധന കുടുംബത്തിന് അവർക്ക് മാതാപിതാക്കൾ നഷ്ടപ്പെട്ടു പോയി. ആ സമയത്ത് തറക്കല്ലിടുകയും പക്ഷേ അതിന് തുടർച്ചയായി യാതൊരുവിധ നടപടികളും ആ ഒരു വിഷയത്തിൽ എടുക്കുകയും ചെയ്തിട്ടില്ല. ഇപ്പോൾ അവർ ബന്ധുവീടുകളിൽ അന്തി ഉറങ്ങുന്നു എന്ന് പറയുമ്പോൾ ഇതിൻ്റെ യഥാർത്ഥ കാരണക്കാർ ആരൊക്കെയാണ്? ദേവിക, ഇത് CPMലെ വിഭാഗീയതയാണ് ഇത്തരം ഒരു പ്രതിസന്ധി അവിടെ സൃഷ്ടിക്കാൻ ഇടയാക്കിയത്. CPM സംസ്ഥാന കമ്മിറ്റിയാണ് നിർദ്ദേശം നൽകിയത്. എല്ലാ പഞ്ചായത്തുകളിലും എല്ലാ ലോക്കൽ കമ്മിറ്റികളും നിർധന കുടുംബങ്ങൾക്ക് ഓരോ വീട് വെച്ച് നിർമ്മിച്ചു നൽകണമെന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് തോട്ടപ്പള്ളി ലോക്കൽ കമ്മിറ്റി ഇത്തരം ഒരു കുടുംബത്തെ കണ്ടെത്തുകയും അതും പാർട്ടി കുടുംബമാണ്. ഈ കുട്ടികളുടെ മാതൃ സഹോദരന്മാരൊക്കെ തന്നെ പാർട്ടി അംഗങ്ങളുമാണ്. അത്തരം ഒരു കുടുംബത്തെ തിരഞ്ഞെടുത്തു. എന്നാൽ അതിനുശേഷം പാർട്ടിയിൽ വിഭാഗീയത ശക്തമാവുകയും ഈ LC സെക്രട്ടറി മാറ്റപ്പെടുകയും ചെയ്യുന്നു. പിന്നീട് വന്ന LC സെക്രട്ടറിയും ഏരിയ സെക്രട്ടറി അടക്കമുള്ളവരും പാർട്ടി നേതൃത്വവും എല്ലാം തന്നെ ഈ വീടിൻ്റെ നിർമ്മാണം പിന്നോട്ട് വലിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അങ്ങനെ വന്നതോടെ ഒരു കുറ്റവും ചെയ്യാത്ത ഈ 3 മാതാപിതാക്കൾ നഷ്ടപ്പെട്ട 3 സഹോദരങ്ങൾ അവർ ഈ വീടിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കാൻ കഴിയാഞ്ഞതോടെ വിവിധ വീടുകൾ, അതും ബന്ധു വീടുകളിലൊക്കെ തന്നെ അന്തി ഉറങ്ങേണ്ട ഒരു സാഹചര്യം വരുന്നു. അവർക്ക് ഒന്ന് വിശ്രമിക്കാനോ ഇല്ലെങ്കിൽ അവർക്ക് സ്വതന്ത്രമായി ജീവിക്കാനോ ഉള്ള ഒരു സാഹചര്യം പോലും ഇല്ലാതെയാവുന്നു. ഇത് നിഷേധിക്കപ്പെടാനുള്ള പ്രധാന കാരണം CPMലെ വിഭാഗീയത തന്നെയാണ്. 6 വർഷത്തിലധികമായിട്ടും ആ ഒരു ചെറിയ വീടിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് എടുത്തു പറയേണ്ടത്. നമുക്കറിയാം അമ്പലപ്പുഴയിലെ പാർട്ടി ശക്തി കേന്ദ്രമാണ്. എന്നാൽ പാർട്ടി വിഭാഗീയതയും വളരെ ശക്തമായ ഒരു പ്രദേശം കൂടിയാണ്. ഇത് തോട്ടപ്പള്ളി മേഖലയിലായാലും അവിടുത്തെ ലോക്കൽ കമ്മിറ്റിയിലൊക്കെ ആയാലും വലിയ രീതിയിലുള്ള വിഭാഗീയത നിലനിൽക്കുന്നു. അതിൻ്റെ ബലിയാടുകളാക്കപ്പെട്ടത് ഈ 3 കുട്ടികളാണ് എന്നതാണ് എടുത്തു പറയേണ്ടത്. അവർക്ക് ഇന്നും കയറിക്കിടക്കാൻ ഒരു ഇടമില്ലാതെ അലയുന്ന ഒരു സാഹചര്യം പാർട്ടി വരുത്തി വെച്ചു എന്നത് തന്നെയാണ്. പാർട്ടി ജില്ലാ സെക്രട്ടറി തന്നെ വന്ന് വളരെ കൂടുതൽ
കൂടുതൽ 350-ലധികം ആൾക്കാരെ വിളിച്ചു ചേർത്ത യോഗം കൂടി സമ്മേളനം കൂടിയാണ് ഇതിൻ്റെ തറക്കല്ലിടിയിലും മറ്റും നടത്തിയത്. വലിയ ആഘോഷമായി നടത്തി. ഇതിൻ്റെ CPMൻ്റെ സമീപവാസികൾക്കെല്ലാം തന്നെ കടുത്ത അമർഷമാണുള്ളത്. കാരണം അവരുടെ കൺമുമ്പിൽ വളരുന്ന ഈ കുട്ടികൾ, അവരുടെ ദയനീയ അവസ്ഥ എന്നും കാണുന്നവരാണ് അവിടുത്തെ വീട്ടമ്മമാരടക്കമുള്ളവർ. അവരുടെ പ്രതികരണങ്ങളാണ് നമുക്ക് നൽകാൻ കഴിഞ്ഞതും. ആ ഒരു സാഹചര്യം നിലനിൽക്കുന്നു. ഇനിയും മറ്റ് ആരെങ്കിലും ഒരു സുമനസ് കാട്ടി ഇവർക്ക് വീട് നിർമ്മിച്ചു നൽകുമെന്ന പ്രതീക്ഷ മാത്രമാണ് നിലനിൽക്കുന്നത്. അതിന് തങ്ങളാലാവുന്ന സഹായം ചെയ്യാൻ ഈ പ്രദേശവാസികളായ വീട്ടമ്മമാരും തയ്യാറാണെന്നതാണ് നമ്മളോട് പങ്കുവെച്ച വിവരം. എന്തു തന്നെയായാലും പാർട്ടി നേതൃത്വം ഇതിന് മറുപടി പറയേണ്ടതാണ്. കാരണം പാർട്ടി ഇത്തരമൊരു വീട് നിർമ്മിച്ചു നൽകാമെന്ന് വാഗ്ദാനം നൽകിയത് കൊണ്ട് തന്നെ മറ്റ് പഞ്ചായത്തുകളിലൂടെയും മറ്റ് നടപ്പാക്കുന്ന ലൈഫ് ഭവന പദ്ധതിയിലേക്കോ ഒന്നും തന്നെ ഇവർ പരിഗണിക്കപ്പെട്ടിട്ടുമില്ല. അവർക്ക് എല്ലാവിധ അവകാശങ്ങളും ഒരു വീട് നിർമ്മിച്ച് ലഭിക്കാൻ ഉള്ളതാണെങ്കിൽ പോലും അവർക്ക് അത് ഒരു തരത്തിലും ലഭിക്കാത്ത ഒരു സാഹചര്യമാണ് നിലവിൽ പാർട്ടി സൃഷ്ടിച്ചിട്ടുള്ളതും. ദേവിക, സുധീഷ്, അതോടൊപ്പം തന്നെ അവിടെയുള്ള നാട്ടുകാർ പിരിവെടുത്ത് ഈ നിർധന കുടുംബത്തിന് ഒരു വീട് വെച്ചു കൊടുക്കാൻ സഹായിക്കുന്നതായിരിക്കും ഈ CPMൻ്റെ ഭവന പദ്ധതിയിലൂടെ ഇനി അവർക്ക് വീട് കിട്ടിയില്ലെങ്കിൽ എന്ന് പോലും അവർ പറയുന്നുണ്ടല്ലേ? അങ്ങനെ തന്നെയാണ്. കാരണം 6 വർഷം മുമ്പ് വലിയ ആഘോഷമായി തറക്കല്ലിടിയിലും എല്ലാം നടത്തിയതിന് ശേഷം അതിൻ്റെ നിർമ്മാണം അവിടുത്തെ പാർട്ടി വിഭാഗീയത ശക്തമായണൊക്കെ തീർത്തും ഉപേക്ഷിച്ച മട്ടിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. എന്നാൽ ഈ കുടുംബം, ആ കുട്ടികൾ കുറേ കൂടെ വളർന്നു, അവർക്കെന്നാൽ കയറി കിടക്കാൻ ഒരു ഇടമില്ലാത്ത സാഹചര്യം നിലനിൽക്കുന്നു. അത് വലിയ രീതിയിൽ ആ പ്രദേശവാസികളെയും അസ്വസ്ഥരാക്കുന്നതാണ്. ഈ ഒരു ഘട്ടത്തിൽ അവരാലാവുന്നത്, പ്രദേശവാസികൾക്ക് ചെയ്യാനാവുന്ന സഹായങ്ങളെല്ലാം ചെയ്യാം ഒരു വീട് നിർമ്മിച്ച് നൽകാൻ എന്നവർ പറയുന്നു. എന്നാൽ പോലും ഒരു വീടിൻ്റെ നിർമ്മാണം അവിടെ ഏറ്റവും കൂടുതലും കഴിയുന്നത് കർഷക തൊഴിലാളി കുടുംബങ്ങളും മറ്റുമാണ്. ഈ കുടുംബവും കർഷക തൊഴിലാളി കുടുംബമാണ്. അവർ ഒരു പാടത്തിന് ചേർന്ന്, അതിൻ്റെ റോഡിനോട് ചേർന്ന ഭാഗം നികത്തിയാണ് ഇത്തരമൊരു വീട് നിർമ്മാണം ആരംഭിച്ചത്. അത്തരമൊരു ഘട്ടത്തിൽ അവർക്ക് വീട് നിർമ്മിച്ച് നൽകാൻ മറ്റുള്ളവരുടെ കൂടി ഒരു സഹായം ലഭിച്ചാൽ അത് പൂർത്തീകരിക്കാൻ പറ്റും എന്ന ഒരു പ്രതീക്ഷ തന്നെയാണ് മുന്നോട്ട് വെക്കുന്നത്. ഇവിടെ G. സുധാകരൻ്റെ നേതൃത്വത്തിൽ നല്ല രീതിയിൽ പാർട്ടി പോയിരുന്ന ഒരു ഘട്ടമുണ്ട്. അതിൽ നിന്നും മറ്റ് ആൾക്കാർ ആ പാർട്ടിയിലെ സ്വാധീനം ഇല്ലെങ്കിൽ നേതൃത്വം ഏറ്റെടുത്തതിന് ശേഷമാണ് പാർട്ടി വിഭാഗീയതയുടെ പേരിലാണെങ്കിലും ഇത്തരം ഒരു ക്രൂരതയിലേക്ക് പോകുന്നത്. മറ്റ് ഏതൊരു മനുഷ്യത്വമുള്ള ഏതൊരാൾ പാർട്ടിയെ നയിച്ചാലും ഇത്തരത്തിൽ ഒരു നിർധന കുടുംബത്തെ ഇത്രയേറെ കണ്ണീര് കുടിപ്പിക്കുന്ന ഒരു സമീപനത്തിലേക്ക് പോകില്ല എന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. എന്തു തന്നെയായാലും ഇവിടുത്തെ ഈ കുടുംബത്തിൻ്റെ ഇപ്പോഴത്തെ ദുരവസ്ഥ, അതിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം നാട്ടുകാർക്ക് പാർട്ടിയോടക്കമുണ്ട്, പാർട്ടി നേതൃത്വത്തോടുണ്ട്. അത് തിരുത്താൻ പാർട്ടി തയ്യാറാകാനുള്ള സാധ്യതയും ഇപ്പോൾ നിലനിൽക്കുന്നില്ല. ആ ഒരു ഘട്ടത്തിലാണ് അവരാൽ കഴിയുന്ന സഹായങ്ങൾ നൽകാൻ ബാക്കിയുള്ളവർ കൂടി സഹകരിച്ച് ആരെങ്കിലും നേതൃത്വം നൽകി ഇവർക്കൊരു വീട് നിർമ്മിച്ച് നൽകണം എന്ന അഭിപ്രായം നാട്ടുകാർ എല്ലാം തന്നെ മുന്നോട്ട് വെക്കുന്നത്. അതിനിനിയും എന്ത് നടപടി സ്വീകരിക്കാൻ കഴിയും, ഇല്ലെങ്കിൽ നമ്മളുടെ ഈ വാർത്ത കണ്ടിട്ടാണെങ്കിൽ പോലും അത്തരം ഒരു സഹായം ഇല്ലെങ്കിൽ ഒരു ആരെങ്കിലും അതിന് മുന്നിട്ടിറങ്ങും എന്ന പ്രതീക്ഷ തന്നെയാണ് ഈ കുടുംബത്തിനുമുള്ളത്. ദേവിക, രോഹിണി, നമുക്കറിയാം ഈ CPMൻ്റെ ഭിന്നത കാരണം നിർധന കുടുംബത്തിന് ഇങ്ങനെ വീടില്ലാതെ പോകുന്നു എന്ന് പറയുമ്പോൾ ഇനി ജനങ്ങൾ കരുതേണ്ടത് എന്താണ്? CPMലെ നേതാക്കന്മാർ ഒരുമിച്ച് നിന്നാലേ തങ്ങൾക്ക് എന്തെങ്കിലും ഗുണമുള്ളൂ എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവുകയാണല്ലേ?